ബ്രിജേഷ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം ബ്രിജേഷേ. ആഹാ ഓഹോ ബ്രിജേഷ് ചേട്ടൻ 10-30 വർഷമായില്ലേ ബ്രിജേഷ് ചേട്ടൻ? 30 വർഷമായി. 30 വർഷമായി മിമിക്രിയിൽ നിൽക്കുന്നു. ബ്രിജേഷ് ചേട്ടൻ 30 വർഷമായെങ്കിലും ബ്രിജേഷ് ചേട്ടൻ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത് അന്ന് കാലത്ത് ഒരു അപരന്മാരെ വെച്ചുകൊണ്ടുള്ള പരിപാടിയിൽ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ അപരനായിട്ട് ഒരു വരവ് വന്നു. മുടിയൊക്കെ ചുരുട്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് അന്ന് കണ്ടവരെല്ലാം ഇത് അശോകൻ ചേട്ടൻ തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ്. അല്ല, ഇപ്പോഴും ഹരിശ്രീ അശോകനെ ഇതുപോലെ ഹരിശ്രീ അശോകൻ വിഗ് വെച്ചിട്ടില്ല, ഇതുപോലെ തന്നെ ഇരിക്കും. ഒറിജിനൽ അശോകൻ തന്നെ. അശോകൻ ചേട്ടന്റെ അപരനായി വന്നു. പിന്നെ ചില സിനിമകളിൽ അഭിനയിച്ചു. ഒരുപാട് കോമഡി വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്രിജേഷ് ചേട്ടാ എങ്ങനെയായിരുന്നു ഇങ്ങോട്ട് ഈ മിമിക്രിയിലോട്ടുള്ള എത്തിപ്പെടലിന്റെ തുടക്കം എങ്ങനെയായിരുന്നു ബ്രിജേഷ് ചേട്ടാ? തുടക്കം ഞാൻ ചേർത്തലക്കാരനാണ്. ചേർത്തലയിൽ കൊച്ചിൻ ആർട്സ് എന്ന് പറഞ്ഞ ട്രൂപ്പിലൂടെയാണ് ഞാൻ വരുന്നത്. അതിനുശേഷം ഹരിശ്രീയിലേക്ക്, അശോകൻ ചേട്ടൻ സിനിമയിലേക്ക് പോയ ഗ്യാപ്പിൽ ഹരിശ്രീയിലേക്ക് വന്നു. പിന്നെ 2-3 വർഷം ഹരിശ്രീയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല പല ട്രൂപ്പുകളിൽ വന്നു. അന്ന് ഈ ഒരു മൊന്തക്കകത്ത് കൈ ഇട്ടിട്ട് കൈ കൊടുക്കുന്ന ഒരു ഐറ്റം ഒക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ കളിച്ച നാട്ടുകാരെ മുഴുവൻ ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോക്ടറും രോഗി എന്ന് പറയുന്ന ഐറ്റത്തിലാണ് അത് കളിച്ചുകൊണ്ടിരുന്നത്. ഈ അശോകൻ ചേട്ടന്റെ ആ ഗ്യാപ്പിലാണ് ഹരിശ്രീയിലേക്ക് ബ്രിജേഷ് ചേട്ടൻ എത്തുന്നത്. ഹരിശ്രീ ബ്രിജേഷ് തന്നെയാണ് അറിയപ്പെടുന്നത്. അതെ. അപ്പൊ അതിനു മുമ്പ് ആരെയൊക്കെയായിരുന്നു അനുകരിച്ചതും ചെയ്തുകൊണ്ടിരുന്നതും ഒക്കെ? അന്ന് അനുകരണമല്ല, ഞാൻ കൂടുതലും അന്ന് സ്കിറ്റുകളായിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. സ്കിറ്റായിരുന്നു അന്നും ഇന്നും സ്കിറ്റാണ് നമ്മള്. പിന്നെ അശോകൻ ചേട്ടന്റെ ഒരു രൂപസാദൃശ്യം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഡയലോഗ് പഠിച്ചത്. രൂപസാദൃശ്യം വന്നുകൊണ്ട് പഠിച്ചതാണ് അല്ലേ? അതെ. ഈ ബ്രിജേഷ് ചേട്ടന്റെ ഒരു വലിയ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രിജേഷ് ചേട്ടന്റെ കഥ അതിപ്പോ ചേട്ടൻ നിൽക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കഥയാണെങ്കിലും ഒന്നുകൂടെ പറയണം. ഒരു വലിയ ജ്വല്ലറി എന്നെ ഒരു പരിപാടി ഏൽപ്പിച്ചു. അവരുടെ ഫുൾ വെഡ്ഡിങ് സെന്ററിലെ 500ഓളം ജോലിക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് അപരന്മാരെ ഞാൻ കൊണ്ടുവന്ന അപരന്മാരെല്ലാം രാഷ്ട്രീയത്തിലുള്ള അപരന്മാരാണ്. അപ്പോൾ സാജു കൊടിയൻ ചേട്ടന്റെ വാജ്പേയി വരും. ഞാൻ വാജ്പേയിയോട് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുണ്ടോ അവരുടെ എല്ലാം അപരന്മാർ ആ ഷോയിൽ വരുന്നുണ്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ അപരനായിട്ടാണ് വരുന്നത്. കാരണം മുഴുവൻ താടിയുണ്ട്. താടി നരപ്പിച്ച് തലയെ കെട്ടൊക്കെ കെട്ടി ഒരു കണ്ണാടിയൊക്കെ കെട്ടിയിട്ട് ബ്രിജേഷ് ചേട്ടൻ വരും. അപ്പോൾ ബ്രിജേഷ് ചേട്ടൻ സ്റ്റേജിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റേജിൽ ഓഡിയൻസ് ഒക്കെ ഇരിക്കെ ചോദിച്ചു, സാർ ഹമാരെ ഓഡിയൻസെ കുച്ച് ബാത് കർ സക്താ ഹൈ ക്യാ എന്ന് ചോദിച്ചു. അപ്പം ഈ ചോദ്യം ബ്രിജേഷ് ചേട്ടൻ ഞാനും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. സ്റ്റേജിൽ വെച്ച് ഞാനിത് ഹിന്ദി ചോദിച്ചപ്പോൾ ഈ മൻമോഹൻ സിംഗ് എന്നെ ഒരു നോട്ടം നോക്കി. നീ എന്നോട് ഇതൊന്നും ഇത്രയും നാൾ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, ഈ സ്റ്റേജിൽ വെച്ചാണോ ഇത് ചെയ്യുന്നതെന്നുള്ളൊരു നോട്ടം നോക്കിയിട്ട് ബ്രിജേഷ് ചേട്ടൻ ഉത്തരവില്ലാണ്ട് മിണ്ടാണ്ട് നിന്നു. സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ മൻമോഹൻ സിംഗ് ഒന്നും സംസാരിക്കില്ല എന്നും പറഞ്ഞ് ഒരുപാട് തമാശകൾ വരുമായിരുന്നു. അപ്പൊ ഈ മിണ്ടാതെ നിന്നതിനൊരു കൈയടി കിട്ടി. പെട്ടെന്ന് ആൾക്കാർ ഓർത്തു ഇത് തമാശാന്ന്, പുള്ളിക്കൊന്നും പറയാനില്ല എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ആ കൈയടി കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി കിട്ടിയ കൈയടി ഇതിനുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ സർ പ്ലീസ് 2 words ടു അവർ ഓഡിയൻസ് പുള്ളിക്ക് മിണ്ടാൻ വയ്യാട്ടോ. ബ്രിജേഷ് ചേട്ടൻ എന്താ പറയണ്ടെന്ന് ഒരു പിടുത്തല്ലോ. കുറച്ചു ഞാൻ സർ പ്ലീസ് 2 words പെട്ടെന്ന് ഒന്ന് ഡയലോഗ് കിട്ടാഞ്ഞിട്ട് ഈ ബ്രിജേഷ് ചേട്ടൻ എന്തെന്നറിയോ, മൻമോഹൻ സിംഗിന്റെ രൂപത്തിൽ നിന്നിട്ട് നെക്സ്റ്റ് ഹരിശ്രീ അശോകൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ്, അതാണ് കാണാന്ന് എന്തൊരു കയ്യടിയായിരുന്നറിയാം. കാരണം മൻമോഹൻ സിംഗ് വന്ന് ഹരിശ്രീ അശോകനെ കാണിച്ചിട്ട് പോയി. ഒരുപാട് പേര് അതൊരു നല്ല ഐറ്റം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അതിന്റെ ആളാണ് ബ്രിജേഷ് ചേട്ടൻ. പിന്നെ ബ്രിജേഷ് ചേട്ടൻ്റെ ഒരു ഓർമ്മയും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് തോന്നുന്നു കടവന്തർ ഭാഗത്തുള്ള ഏതോ ഒരു റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ ഒരു ഇപ്പൊ ബ്രിജേഷ് ചേട്ടൻ ഈ വലിയ വൃത്തിയുടെ ആളാ. ഈ ഒരു ടേബിൾ പുള്ളിക്ക് സ്വന്തം വേണം. അതേ കൊണ്ട് നമ്മുടെ മൊബൈൽ വെച്ചാലും ശരി മൊബൈൽ എടുത്ത് മാറ്റിക്ക് എൻ്റെ ഇങ്ങനെ പറയുന്ന ഒരാളാണ്. കാരണം പുള്ളിയുടെ വേഷങ്ങള് സാധനങ്ങളൊക്കെ അടുക്കി കൃത്യമായിട്ട് വെക്കും. അത് കൃത്യമായിട്ട് ഒരുങ്ങി വരും. അതിലൊന്നും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ബ്രിജേഷ് ചേട്ടൻ ഒറ്റയ്ക്ക് ഇതൊക്കെ അടുക്കുന്നതിന്റെ ഇടയിൽ വർത്താനം പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഞാൻ ചെന്നിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു ആർട്ടിസ്റ്റോട് പറഞ്ഞു, മുഹമ്മദ് പ്രസാദ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, ഞങ്ങൾ ബ്രിജേഷ് ചേട്ടൻ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നുണ്ട്, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്തൂടെ പോയി നോക്കുമ്പോൾ ശരിയാ, ഒറ്റയ്ക്ക് വർത്താനം പറയണ്ട. പിന്നെ ഞാൻ അടുത്ത് നോക്കിയപ്പോൾ ഈ ടേബിൾ ഇട്ടേക്കുന്നത് ഒരു കർട്ടന്റെ അടുത്ത, ഈ തുണി കൊണ്ട് നമുക്ക് ബാക്കിൽ മറച്ചിട്ടുണ്ടല്ലോ, ഈ കർട്ടന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഈ കർട്ടൻ വിരലുകൊണ്ട് ഇങ്ങനെ നീക്കിയിട്ട് 2 പിള്ളേർ ഇംഗ്ലീഷിൽ അങ്കിൾ വാട്ട് ആർ യു പെർഫോമിംഗ് പ്ലീസ് സേ ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ഈ ഇംഗ്ലീഷ് ചോദിക്കണത് മനസ്സിലാകാഞ്ഞിട്ട് ഇങ്ങനെ ഇവരോട് പറയുന്നതാണ് ബ്രിജേഷ് ചേട്ടൻ. ഞാനിത് കണ്ടിട്ട് ഞാൻ ചെന്ന് ചോദിച്ചു, ബ്രിജേഷ് ചേട്ടാ എന്താണ്? പിള്ളേർക്ക് ഭ്രാന്ത്.
ഓർമ്മയുണ്ടോ ചേട്ടന്? ഉണ്ട്. അതുപോലെ അവരെന്നെ നിർത്തി ഇംഗ്ലീഷ് ഇങ്ങോട്ട് പറഞ്ഞിട്ടിരിക്കണേ, ഞാനല്ലേ എന്ത് ചെയ്യാൻ പറ്റും? അത് കുറെ കഥകളുണ്ട്. ബ്രിജേഷ് ചേട്ടന് പുറകോട്ട് ഇച്ചിരി മുടി ഉണ്ടായിരുന്നു അന്ന്. ഈ മുഹമ്മദ് കത്തനാർ ചെയ്യാൻ വേണ്ടി ഞാൻ വളർത്തിയാണ്. കത്തനാര്, അതിലേക്ക് വരാം. അപ്പം ഈ മുടി വളർത്തിയ ബ്രിജേഷ് ചേട്ടൻ ഒരു ദിവസം ബൈക്കിൽ വന്ന് മുഹമ്മദ് പ്രസാദ് ഏട്ടനും ബ്രിജേഷ് ചേട്ടനും കൂടെയാണ് നമ്മുടെ ട്രൂപ്പിന്റെ വണ്ടി കയറുന്നത്. ഒരു കാലിബർ ബൈക്കുണ്ട് ബ്രിജേഷ് ചേട്ടന്, ഇല്ലേ? അപ്പൊ ഞാൻ നോക്കും, അന്ന് പുറകിൽ വെക്കുന്ന ആള് ഹെൽമെറ്റ് വെക്കണം എന്നുള്ള നിയമമില്ല. പക്ഷെ പുറകിലിരിക്കുന്ന മുഹമ്മദ് പ്രസാദ് ഏട്ടൻ ഹെൽമെറ്റ് വെച്ചിട്ട് ചേട്ടൻ ഹെൽമെറ്റ് വെക്കാണ്ട് ബൈക്കിൽ വരുന്നു. അപ്പൊ ഞാൻ വണ്ടി കയറിയപ്പോ എനിക്ക് ഇതിനകത്തൊരു കഥയുണ്ടല്ലോ എന്ന് മനസ്സിലായി. ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോ പ്രസാദിനോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാ ഹെൽമെറ്റ് വെച്ചെന്ന് ചോദിച്ചപ്പോഴേ അവന്റെ മുടി പറന്ന് എന്റെ കണ്ണിലും മുഖത്തും ഒക്കെ അടിക്കുന്നുണ്ട്. പുള്ളിയുടെ മുടി ബൈക്കിൽ വരുമ്പോ ഇങ്ങനെ പറന്നിട്ട് മുഹമ്മദ് പ്രസാദ് ഏട്ടന്റെ കവിളത്തിട്ട് അടിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഈ പുള്ളിയുടെ ഹെൽമെറ്റ് പുള്ളി വെച്ചോണ്ട് വന്നോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കഥകളാണ് ചേട്ടാ. പറ, പുതിയ വിശേഷങ്ങൾ പറ. പുതിയ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ വർക്കുകൾ ഉണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നു. ഞാൻ അഭിനയിച്ച ഒരു പടം ഈ മെയ് 27 റിലീസായി. പടത്തിന്റെ പേര് സൺ ഓഫ് അലി ബാബ 41 ശ്രീ നജീബ് അലി ആണ്. സിനിമകളുണ്ട്, ഇടയ്ക്ക് ചില ഷോർട്ട് ഫിലിമുകളുണ്ട്. ഇടയ്ക്ക് ഒന്ന് വിദേശത്തായിരുന്നു കുറച്ച് നാള് ജോലിക്കായിട്ട് പോയി. ഒരു 8 മാസം ജോലിക്കായിട്ട് പോയി ഞാൻ തിരിച്ചു. അതെവിടെയാ പോയത്? എവിടെയാ? അത് മസ്കറ്റിൽ. ജോലി കിട്ടിയോ അവിടെ? ജോലി അത് നമ്മൾ ഉദ്ദേശിച്ച ജോലിയല്ലേ കിട്ടിയത്. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു നിൽക്കല്ലേ. പുള്ളി ഒരു കലാകാരനാ. പുള്ളിക്ക് അവിടെ പിടിച്ചേക്കാനൊന്നും അല്ലല്ല, അവിടെ ചെന്നിട്ട് ഇതിന്റെ മിമിക്രിയോ അങ്ങനെ എന്തെങ്കിലും കുറെ സംഭവം അവിടെ ചെന്നിട്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസമൊക്കെ പോയിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം പോയിട്ടൊക്കെ പള്ളി പോയി മിമിക്രി കാണിക്കും. പള്ളിയിലല്ല, നമ്മുടെ മലയാളി അസോസിയേഷൻ മലയാളികളുടെ ഒക്കെ പരിപാടികൾ കാണിക്കും. ബ്രിജേഷ് ചേട്ടൻ ഈ സീരിയൽ കത്തനാർ എന്ന് പറയുന്ന സീരിയൽ ഹിറ്റായ സമയത്ത് പെട്ടെന്ന് ആ രൂപത്തിലേക്ക് മാറി. കത്തനാര് ആദ്യം ചെയ്തത് വേറൊരാളല്ലായിരുന്നു, പ്രകാശ് പോള്. മുറ്റത്ത് കുത്തിയ കത്തനാരായിരുന്നു. ഇത് കുടമുറ്റത്ത് കുത്തിയ കത്തനാർ എന്നും പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത്. കുടമുറ്റത്ത് കുത്തിയ കത്തനാർ, അതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്തും ഒരു രസമുണ്ട്. ഞങ്ങൾ പാലഭാഗത്ത് എവിടെയോ ഒരു വലിയ സദസ്സിൽ അന്ന് കത്തനാർ ഓഡിയൻസിന്റെ ഇടയിൽ കൂടിയാണ് നടന്നു വരുന്നത്. എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ട് വരും. വലിയ ആരാധകരാണ്. ഈ രൂപം വന്ന് എല്ലാ ദിവസവും സന്ധ്യക്ക് സീരിയൽ കാണുന്നത് കാരണം ഈ ഇതൊക്കെ ഇട്ടിട്ട് വടിയൊക്കെ കറക്കി തൊപ്പിയൊക്കെ വെച്ച് വരുമ്പോ എല്ലാവർക്കും വലിയ രസമാണ്. സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുക്കും. ഈ കത്തനാർ വരുമ്പോൾ ആൾക്കാർ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കും. അപ്പൊ ഞാൻ അനൗൺസ് ചെയ്തിട്ട് അപ്പൊ ഇദ്ദേഹം ഈ സമയമാവുന്നതിന് കുറച്ച് മുമ്പേ ചെന്ന് ഓഡിയൻസിന്റെ ഏറ്റവും ബാക്കിൽ പോയിരിക്കും. അവിടെ നിന്നാണ് ഈ നടന്നു വരുന്നത്. തൊപ്പിയൊക്കെ ഇട്ട് പതുക്കെ ആരും കാണാണ്ട് ഈ വേഷത്തിൽ ബാക്കിൽ പോയിരിക്കും. ഞാൻ അനൗൺസ് ചെയ്തിട്ട് അന്ന് ബ്രിജേഷ് ഒരു ഷൂസ് ഒക്കെ പുതിയത് മേടിച്ചിട്ടുണ്ട് കേട്ടോ അന്നത്തെ ദിവസം. അപ്പോ ഞാൻ അനൗൺസ് ചെയ്തു കത്തനാർ എന്ന് പറഞ്ഞിട്ട് കുറെ നേരമായിട്ട് കാണുന്നില്ല. അധികം നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പൊ അഫ്സലിക്കയുടെ പാട്ടുണ്ട്. ഞാൻ കത്തനാർ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ അടുത്ത അഫ്സലിക്കയുടെ പാട്ട് അനൗൺസ് ചെയ്തു. ഞാൻ ഓടി പുറകിലോട്ട് കത്തനാർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. ഞാൻ ചെന്നപ്പം ഈ ഓഡിയൻസ് ഇരിക്കുന്നു. ഓഡിയൻസ് കഴിഞ്ഞിട്ടൊരു റോഡാണ്. ഈ റോഡും കഴിഞ്ഞൊരു കടയുണ്ട്. ആ കടയുടെ തിന്നേല് ബ്രിജേഷനും കത്തനാറും ഷൂട്ടിങ്ങിന് ഇരിക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ അനൗൺസ് ചെയ്ത് കേട്ടില്ല, എന്താ വരാത്തെ? ഇത് നോക്ക് എന്ന് പറഞ്ഞപ്പം ആ ഓഡിയൻസ് തുടങ്ങണതിൻ്റെ ഇടയിൽ ഒരു വലിയ ചെളിവെള്ളക്കെട്ട് കിടപ്പുണ്ട്. മഴ പെയ്തിട്ട് ഇന്നലെ അങ്ങാണ്ട് മഴ പെയ്തത്. പുള്ളിയുടെ പുതിയ ഷൂസ് ആണല്ലോ. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞതാണ് ഇവിടെ 4 ലിസ്റ്റിക്ക് ഇട്ട് തരണമെന്ന്. അത് ഇട്ട് തന്നിട്ടില്ല. ഞാൻ എന്റെ ഷൂസിൽ ചെളിയാക്കൂല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ കത്തനാറുടെ സൈഡിൽ ഇങ്ങനെ കിട്ടുന്ന ചരടുണ്ടല്ലോ. അപ്പൊ ഈ ഓഡിയൻസിൽ ഈ കുസൃതി പിള്ളേരുണ്ടാവും. അപ്പൊ ഈ മാന്ത്രികൻ മഹാമാന്ത്രികന്റെ സ്ലോ മോഷനിലൊക്കെ ഞാൻ നടന്ന പിള്ളേർ ഈ ചരടെ പിടിച്ച് പുറകോട്ട് വലിക്കും. ഞാൻ വിടന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കില്ല. ബ്രിജേഷ് ചേട്ടന്റെ വേദികളിൽ ഏറ്റവും കൈഡ് കിട്ടിക്കൊണ്ടിരുന്ന ഇനങ്ങൾ എന്തൊക്കെയായിരുന്നു ബ്രിജേഷ് ചേട്ടാ? വേദികളിൽ അശോകൻ ചേട്ടൻ, പിന്നെ കത്തനാര്, കത്തനാര്. നമുക്ക് അശോകൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് ഞങ്ങൾക്ക് അനുകരിക്കാമോ? എന്റെ പൊന്നു ദൈവമേ, ഞാൻ ചപ്പാത്തി തിന്നാറില്ല, ഞാൻ ചോറാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ടാണ് പിന്നെ കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നല്ല വിശപ്പ്, ഇത്തിരി ചോറ് തരുവാ. എന്തുകൊണ്ടാണെന്നറിയില്ല, കൃഷ്ണന്റെ വേഷം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പുറകെ പെൺപിള്ളേരുടെ ഒരു ഘോഷയാത്ര. എന്നാൽ ഞാനങ്ങോട്ട് ചോറ്